നമസ്തേ, സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. ലഹരിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് മലയാള സിനിമ. ഇന്ന് രണ്ട് സംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായി. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഇവർ പിടിയിലാകുന്നത് ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഈ രണ്ട് സംവിധായകരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഫെഫ്ക. മലയാള സിനിമയെ ലഹരിയിൽ മുക്കുന്ന മാഫിയയടക്കം വിലങ്ങ് വീഴേണ്ടതല്ലേ എന്ന ചോദ്യം കൂടി സൺഡേ ഡിബേറ്റ് ഈ ഘട്ടത്തിൽ ഉയർത്തുകയാണ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദിയാട്ട്, തിരക്കഥാകൃത്ത് ബിനു കിരിയത്ത്, റിട്ടയർഡ് SP KM ആന്റണി, സോഷ്യൽ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ എന്നിവരാണ്. ആദ്യം ഈ സൺഡേ ഡിബേറ്റ് ആദ്യം പോകുന്നത് രാഹുൽ ഈശ്വറിലേക്കാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇങ്ങനെ ഈ മലയാള സിനിമാ ലോകത്തു നിന്നും ഇങ്ങനെ ദിനം പ്രതിയൊന്നോണം ലഹരിയുമായി കണക്ട് ചെയ്യുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇന്ന് പ്രമുഖരായ രണ്ട് സംവിധായകരെ ഒരു ഛായാഗ്രാഹകന്റെ വീട്ടിൽ നിന്നും ഫ്ളാറ്റിൽ നിന്നും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ മലയാള സിനിമ പോകുന്നത്? അത്യധികം സീരിയസ് ആയ ഒരു ഡിബേറ്റ് ആണ്. ജനൻ TV അടക്കമുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ പ്രഷർ എന്നും തുടർന്നുകൊണ്ടിരിക്കണം. കാരണം ഒരു ഡയറക്ടർ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സെറ്റിൽ താഴെയുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പ്രേരണയാണ്. ഈ ഡയറക്ടർമാർ തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറയാനും മാപ്പ് പറയാനും തയ്യാറാകണം, നിയമ നടപടി നേരിടണം, അതിനുശേഷം റീഹാബിലിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പോകണം. പലപ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജും ശരീരഭാഷയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ചിരിക്കുകയും വളരെ ഡിസ്മിസീവായി പെരുമാറുകയും ഇതൊന്നും ഇല്ല കാര്യമല്ലാന്ന രീതി ാണ് അവരുടെ ചില വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊന്നും ഒരു കാരണവശാലും ശരിയല്ല. ചെറിയ ഗ്രാമാണ്, 1.6 ഗ്രാമാണ് ലഭിച്ചിരിക്കുന്നത്. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് ജാമ്യം ലഭിക്കാം, അതല്ല വിഷയം. ഉപയോഗിക്കുന്നത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാഹുൽ. അത് ചെറിയ ക്വാണ്ടിറ്റി ആകണ്ടേ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ അതല്ല അതിന്റെ പോയിന്റ്. 10 ഗ്രാമോ 100 ഗ്രാമോ 1 ഗ്രാമോ എന്നുള്ളതല്ല, അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വിഷം കലർത്തുകയാണ്, നമ്മുടെ കുട്ടികൾക്ക് മോശം മാതൃക കൊടുക്കുകയാണ്, സിനിമാ സെറ്റുകളിൽ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പ്രേരണയും പ്രചോദനവും കൊടുക്കുകയാണ്. അതുകൊണ്ട് ഖാലിദ് റഹ്മാന്റെ ചില സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, നമുക്കെല്ലാം ഇഷ്ടമാണ്. ഒരു കാരണവശാലും ഇത്തരം തെറ്റുകൾ ചെയ്താൽ അത് ഏറ്റുപറയാനും നിയമ നടപടി നേരിടാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ശ്രമിക്കണം. പുച്ഛത്തോടെ പോലീസുകാരോടൊക്കെ ചിരിക്കുന്നതൊക്കെ കാണുകയുണ്ടായി. ഇത് ചിരിക്കേണ്ട ഒരു വിഷയമല്ല. നമ്മുടെ കുട്ടികൾ വരും തലമുറയെ ബാധിക്കുന്നതാണ്. ശക്തമായ നടപടി വേണം. സിനിമയിൽ ഒരു ക്ലീനപ്പ് ആവശ്യമാണ്. ഒറ്റവരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സിനിമയുടെ ഉള്ളിൽ ചെക്കിംഗ് വേണം. പോലീസുകാർ മഫ്തിയിൽ പോയാൽ മതി. കാര്യം മഫ്തിയിൽ പോയില്ലെങ്കിലുള്ള പ്രശ്നം സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്ത ഉണ്ടാകും. അവർക്ക് OTT കിട്ടാൻ താമസിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും, തിയേറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് സിനിമ എന്ന കലാരൂപത്തെ ലഹരിമുക്തമാക്കേണ്ടതും സിനിമാക്കാരെ ലഹരിമുക്തമാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ലഹരിയിൽ പെട്ടുപോകുന്നവർ വില്ലന്മാർ മാത്രമല്ല, വിക്ടിംസും കൂടിയാണ്. ഇവർ ലഹരിയുടെ ഇരകളാണ്. ആ ഇരകളെ കൂടി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതായത് ലോകത്തിലെ എല്ലാ രാജ്യത്തും അങ്ങനെയാ. പോർച്ചുഗലിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ അങ്ങനെയാ. പോർച്ചുഗലിൽ ഇതിനെ വിളിക്കുന്നത് ഡിസ്വേഷൻ കമ്മീഷൻ എന്നാണ്, അതായത് ഇതിൽ നിന്ന് മാറ്റാനുള്ള കമ്മീഷൻ. കാനഡയിൽ ഒരു ഗുഡ് സമരിറ്റൻ ആക്ട് ഉണ്ട്, നല്ല ശമരിയാക്കാരന്റെ ആക്ട്, അതായത് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ. നമ്മുടെ നാട്ടിൽ 64A അങ്ങനെ ഒരു വകുപ്പുണ്ട്. അതായത് ഇവർ വീണ്ടും നമ്മൾ റീഹാബിലിറ്റേഷന് സമ്മതിക്കുകയാണെങ്കിൽ ഇവർക്ക് ശിക്ഷ കുറച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്കത് വ്യാപിപ്പിക്കുകയും മെന്ററിങ്, കൗൺസിലിംഗ്, കോച്ചിങ്, ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാര്യം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ ബ്രെയിനും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ബ്രെയിൻ അതിന് വീണ്ടും വീണ്ടും ക്രേവ് ചെയ്യും. അപ്പൊ പലപ്പോഴും ഇവരിതിൽ പെട്ടുപോകുന്നതാണ്. ഇവരെ ലഹരി മുക്തമാക്കാനും കൂടി, ഇവരെ തള്ളിപ്പറയാതെ നിയമ നടപടി നേരിട്ട ശേഷം ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു. യെസ് രാഹുൽ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ റിട്ടയർഡ് SP KM ആന്റണിയിലേക്ക് രാഹുൽ ഞാൻ എത്താം. ഒരു മിനിറ്റ്. റിട്ടയർഡ് SP KM ആന്റണിയിലേക്ക് പോവുകയാണ്. ശ്രീ KM ആന്റണി, ഇപ്പോൾ ഈ പിടികൂടുന്ന ഈ ലഹരി മരുന്നിൻ്റെ ഒരളവ് വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ശിക്ഷ നടപ്പാക്കുന്ന ഒരു സംവിധാനമൊക്കെ നിലവിലുള്ളത്. ഇപ്പോൾ നോക്കി, ഈ രണ്ട് സംവിധായകർ മലയാള സിനിമയിൽ വലിയ മുതൽക്കൂട്ടാണ് ഇവർ രണ്ടുപേരും. പക്ഷേ 1.6 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തതായാണ് എക്സൈസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ അളവ് മാത്രം മാനദണ്ഡമാക്കി ഇത്തരം കേസുകളിൽ ഒരു സമീപനം എടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ. നീലിമ, ഈ നിയമം അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം 10 ഗ്രാമിൽ കുറഞ്ഞ MDMA ആണെങ്കിലും 1 കിലോയിൽ കുറഞ്ഞ കഞ്ചാവ് ആണെങ്കിലും അതിൽ
അത് സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1 വർഷം ശിക്ഷയും ഏകദേശം നിസ്സാരമായിട്ടുള്ള ഒരു ഫൈനും മാത്രമേ വരുന്നുള്ളൂ. 1 വർഷം ശിക്ഷ എന്ന് പറയുമ്പോൾ ജാമ്യം കൊടുക്കാവുന്ന ഒരു കേസാണത്. അത് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. പക്ഷെ ആ പ്രൊവിഷൻ അല്ലെ ആ നിയമത്തിൻ്റെ ആ പഴുതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇന്നിപ്പം മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് വളരെ വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ ഈ 2 പ്രധാനപ്പെട്ട സംവിധായകർ അത് ഉപയോഗിക്കുന്നു, അവരെ കൈയോടെ പിടിക്കുന്നു, അവരെ എക്സൈസ് കൊണ്ടുപോകുന്നു, സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടാത്തത് കൊണ്ട് ജാമ്യത്തിൽ വിടുന്നു. അത് വലിയൊരു തെറ്റായ സന്ദേശമാണ് സിനിമയ്ക്കും സമൂഹത്തിനും നൽകുന്നത്. ഒരു സംവിധായകൻ ഇത് ഉപയോഗിക്കുന്ന ആളാകുമ്പോൾ അയാളോട് ഒപ്പമുള്ള ബാക്കിയുള്ള നടന്മാരായിക്കോട്ടെ, മറ്റ് ക്രൂ, ബാക്കിയുള്ളവരെല്ലാം ആകട്ടെ, അത് തെറ്റല്ല എന്ന് കരുതുന്നതിൽ നമുക്ക് മറ്റൊന്നും പറയാനില്ല അവരെ. കാരണം അതൊരു മോശമായ വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സിനിമാ രംഗം പോകുന്നു എന്നുള്ളതാണ്. സിനിമയിൽ ഇപ്പം സെറ്റുകളിൽ റെയ്ഡ് നടത്താൻ പറ്റുമോ, പരിശോധന നടത്താൻ പറ്റുമോ, പോലീസിനെ ഇപ്പം മഫ്തിയിൽ അതിലേക്ക് വിടാൻ പറ്റുമോ എന്നുള്ള ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ആ മഫ്തിയിലായിക്കോട്ടെ യൂണിഫോമിലായിക്കോട്ടെ പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ, പോലീസ് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ആ അന്തരീക്ഷം തന്നെ, ആ സെറ്റിൻ്റെ അന്തരീക്ഷം തന്നെ മാറിപ്പോവും. അപ്പോൾ അത് അങ്ങനെ അല്ലാത്ത രീതിയിലേക്ക് എങ്ങനെ ഇതിനെ നടപ്പിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ സിനിമയിലുള്ള ലഹരി ഉപയോഗം നിരോധിക്കാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് കൂട്ടായ ചർച്ച ആവശ്യമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഒറ്റപ്പെട്ട നടന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയോ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള ഷൈൻ ടോം ചാക്കോയുടെ ആ സംഭവത്തിൽ തന്നെ മയക്കുമരുന്ന് കൈയോടെ പിടികൂടാൻ സാധിച്ചില്ല. അപ്പം അയാളെ നിസ്സാരമായിട്ടുള്ള ഒരു വകുപ്പുകൾ ഇട്ടിട്ട് അയാളെ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ജാമ്യത്തിൽ വിടുന്നോ വിടുന്നില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇതൊരു സാമൂഹികമായിട്ടുള്ള പ്രശ്നമാണ്. സിനിമ നൽകുന്ന സന്ദേശം നമുക്കറിയാം. നിശബ്ദമായിട്ട് നമ്മൾ കാശ് മുടക്കിയിട്ട് നിശബ്ദമായിട്ട് പോയി തിയേറ്ററിൽ ഇരുന്ന് കാണുന്നു. ആ സിനിമയിൽ ഉടനീളം മദ്യപാനവും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാണിക്കുന്നു, അല്ലെ പുകവലിക്കുന്ന കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിട്ട് ആ വരുന്ന പ്രേക്ഷകനിൽ ഇത് നിരന്തരമായി ഇത് ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വലുതാണ്. പ്രത്യേകിച്ചും ഈ ടീനേജിലുള്ള അല്ലെങ്കിൽ കൗമാരക്കാരിലും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ തന്നെ ഗവൺമെന്റും അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ആൾക്കാരും ഇതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ അവസ്ഥയിൽ പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് വരും. ഈ സംഘടനകൾ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ സിനിമയിൽ മയക്കുമരുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ച കാലഘട്ടം ഈ അടുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പ് ഇത് ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഒരവസ്ഥയായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ല, അല്ലെങ്കിൽ സെറ്റുകളിൽ പോലീസ് വരുന്നതിൽ എതിർപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അത് എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മാത്രമേ പറ്റൂ. സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായവുമാണ്, അതോടൊപ്പം തന്നെ ഒരു കലയുമാണ്. അപ്പോൾ ആസ്വാദകര് അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വലിയ മാധ്യമമാണ്. നമുക്കറിയാം സിനിമയിൽ കാണുന്നത് ഇപ്പം ഒരാൾ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് അയാളുടെ സ്വഭാവം എന്ന് പറയുന്നു. അന്ന് പറഞ്ഞ പോലെ ഒരാൾ എന്താണോ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ വീക്ഷിക്കുന്നത് അതാണ് അയാളുടെ സ്വഭാവം എന്ന് നമ്മൾ സിനിമയെ വെച്ച് നോക്കുമ്പോൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമ നൽകുന്ന സന്ദേശം വലുതാണ്. നമ്മളിത് ഈ രീതിയിൽ ചർച്ചകൾ കൊണ്ടുപോയി, തുടർച്ചയായിട്ടുള്ള ചർച്ചകളുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട വിഷയവും മയക്കുമരുന്നും ആയതുകൊണ്ട് ചർച്ചയ്ക്ക് പ്രാധാന്യം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ജനങ്ങളിൽ എത്തിക്കുക, സിനിമാ മേഖലയെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് സ്വീകരിക്കേണ്ട ഒരു കാര്യം. അതിന് കൂട്ടായ പരിശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്നും വേണം. സിനിമയുടെ ബന്ധപ്പെട്ട അത് നിയന്ത്രിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ തിരക്കഥാകൃത്ത് വിനു കിരിയത്തിലേക്ക് കൂടി പോകുകയാണ്. ശ്രീ വിനു കിരിയത്ത്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടുണർന്നത്. ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ആലപ്പുഴ ജിംഖാന നിറഞ്ഞോടുന്ന സിനിമയാണ്. ആലപ്പുഴ ജിംഖാനയുടെ സംവിധായകനാണ്. അതുപോലെ അഷ്റഫ് ഹംസ ഒട്ടനവധി നല്ല സിനിമകൾ ചെയ്ത് മലയാളികൾക്ക് സുപരിചിതരായ 2 സംവിധായകരാണ് ഇന്ന് ലഹരി കേസിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മോട് സംസാരിച്ച റിട്ടയർഡ് SP KM ആന്റണി സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരാൾ കൺസ്യൂം ചെയ്യുന്നത് എന്താണോ, ഒരാളുടെ സ്വഭാവം എന്താണോ, അത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ
തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളിലും പ്രകടമാകുമെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ ലോകത്ത്, മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് സംവിധായകർ ലഹരി മരുന്നുമായി അറസ്റ്റിലാവുകയാണ്. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് മാത്രം പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇത് വിരൽ ചൂണ്ടുന്നത് മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ആ വലിയ ലഹരി മാഫിയയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? ഷൈൻ ടോം ചാക്കോ വളരെ നേരത്തെ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് തന്നെ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് ആരൊക്കെയാണ് എന്ന് ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ച് സംഘടനകൾ അത്രയും പേരുടെ ലിസ്റ്റ് എടുക്കണമായിരുന്നു. അതെടുത്തില്ല. ഇപ്പോൾ സിനിമാ മേഖലയിൽ ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ്റെയും ഇഷ്യൂ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ ഇതുവരെയും എന്താണ് അതിനുള്ളൊരു ഫൈനൽ നടപടി ഇതുവരെ പ്രേക്ഷകനെ സംബന്ധിച്ചോളം അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് സിനിമയിലുള്ളവരാണ്, ഉന്നതരാണ്, ഇവർ രക്ഷപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പോൾ സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരന് എപ്പോഴും ഒരു ലഹരി തന്നെയാണ്. അത്തരക്കാർ ഇവരുടെ ഈ ചേഷ്ടകൾ കണ്ട് അതുപോലെ അനുകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറ്റം പറയാതെ ഈ മേഖലയിലുള്ള, കാരണം താരങ്ങളാണ്, ആ താരങ്ങളെ നമ്മളിവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെയും. ആലപ്പി കേസിൽ പോലും അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇവിടെ രണ്ട് പ്രശസ്തരായ സംവിധായകർ, നല്ല സംവിധായകർ, അതാണ് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്നത്. അവരെൻ്റെ സഹപ്രവർത്തകരാണ്. പക്ഷേ തമാശ എന്ന സിനിമ എടുത്ത സംവിധായകൻ ഒന്നാലോചിക്കണം, സിനിമയാണ് തമാശ, ജീവിതം തമാശയായി കാണരുത്. അത് നശിച്ച് നാരായണക്കല്ലെടുക്കുക ഒരു സമൂഹം തന്നെ. നിങ്ങൾ ചെറുപ്പക്കാരാണ്, എന്തിനാണ് ഇത്തരം ഇതില്ലാതെയും സിനിമ ചെയ്യാം. എത്രയോ പ്രഗത്ഭരായ സംവിധായകർ നമുക്കുണ്ട് മലയാള സിനിമയിൽ. അവരൊക്കെ ലഹരി ഉപയോഗിക്കാതെ തന്നെ എത്ര അവാർഡുകളും ലോകപ്രശസ്തരായ സംവിധായകർ വരെ നമുക്കില്ലേ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്വയം ആരോഗ്യം നശിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകണം എന്നുള്ളവർ അങ്ങനെ പോവാം. അല്ലാത്തവർ, നിങ്ങളുടെയൊക്കെ സിനിമകളിൽ എങ്ങനെ സ്ത്രീകൾ ധൈര്യമായിട്ട് അഭിനയിക്കും? ഇത് തന്നെയല്ലേ വിൻസി ചോദിച്ചതും? ഇല്ല, ഇപ്പൊ നിങ്ങൾ രണ്ടും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് അറിയുമ്പോൾ എന്ത് ധൈര്യത്തിൽ ഇനി നിർമ്മാതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരും? എന്തിനാണ് ഇങ്ങനെ സ്വയം നശിക്കുന്നത് സഹോദരന്മാരെ? ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേരുടെ ചോറാണ്. പിന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എത്ര നാളത്തേക്ക്? അടുത്ത സിനിമ തുടങ്ങുന്നവരെയോ? ഒരു പീരീഡ് പറയണം. എന്താണോ മേക്കപ്പ് മാന് കൊടുത്ത ശിക്ഷ അത് തന്നെയായിരിക്കണം സംവിധായകർക്കും, അത് തന്നെയായിരിക്കണം നടനും. അവിടെ പ്രിവിലേജ് പാടില്ല. നടന്മാർക്ക് കൂടി ഒരു പ്രിവിലേജ്, മറ്റുള്ളവർക്ക് അത് പാടില്ല. എല്ലാവർക്കും ഒരേ ശിക്ഷയാവണം. അതാണ് സിനിമ. ആ മേക്കപ്പ് മാനെ എങ്ങനെ ശിക്ഷിച്ചോ അതേ ശിക്ഷ തന്നെ ഇവർക്കും കൊടുക്കണം. അത് തന്നെയാണ് മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സംഘടനകളും ഒരുമിച്ച് ഡിസിഷൻ എടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ സംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടു. അതുണ്ടാവണ്ട, അത് സിനിമയ്ക്ക് നാണക്കേടാണ്. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ അത് സിനിമയ്ക്ക് നാണക്കേടെന്നുള്ളതിലുപരി യുവത്വം നഷ്ടപ്പെടുന്നു. സിനിമയിലെ യുവത്വം നഷ്ടപ്പെട്ടാൽ അറിയാലോ, നമ്മുടെ നാട് തന്നെ നശിക്കപ്പെടും. അതുണ്ടാവരുത്. സ്കൂൾ കുട്ടികൾ വരെ ഇന്ന് ലഹരിക്ക് അടിമയാവുന്നു. നമ്മൾ സിനിമകളിൽ പോലും ഇത്തരം രംഗങ്ങൾ വളരെയധികം ഇനി കുറയ്ക്കണം. മദ്യപാനവും മദ്യപിച്ചിട്ടൊക്കെ പണ്ടും സിനിമയിലൊക്കെ പലരും അഭിനയിക്കാൻ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെ അധികം ആരും മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ലഹരി ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് ഒന്ന് ടയർഡാകുമ്പോൾ മുറിയിൽ വന്ന് ഒരു ബിയറും ഇതൊക്കെ അടിക്കുന്നവരൊക്കെ ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരാരും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നില്ല. ഇതല്ല, ലൊക്കേഷനിലാണ് ഷൈൻ ടോം ചാക്കോ ചെയ്തതെങ്കിൽ അത് ഒരുപാട് പേരുടെ ചോറിനെ നിങ്ങൾ കാരണം നഷ്ടപ്പെടുത്തുകയാണ്. നിർമ്മാതാക്കൾ തീരുമാനിക്കുക, പ്രേക്ഷകർ തീരുമാനിക്കുക ഇത്തരക്കാരുടെ സിനിമ കാണണോ വേണ്ടയോ എന്ന്. പോലീസ് അതുപോലെ ഉചിതമായ തീരുമാനം എടുക്കണം. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പണ്ടൊക്കെ 2-3 പേര് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെയല്ല. ഇന്ന് 3 ലക്ഷം 4 ലക്ഷം പേര് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം, കുട്ടികൾ ഉൾപ്പെടെ. അതുകൊണ്ട് നിയമങ്ങൾ പൊളിച്ചെഴുതണം. ഈ 1 ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജാമ്യം, 50 ഗ്രാമാണ്. അതൊക്കെ മാറിയിട്ട് ലഹരി അത് 1 തുള്ളി ആയാലും അത് പിടിക്കാത്ത പക്ഷം, ജാമ്യം കൊടുക്കുന്ന പക്ഷം, അപ്പോൾ 1 ഗ്രാമൊക്കെ ഉപയോഗിക്കുക അല്ല പിടിക്കുക എന്ന് സ്കൂൾ കുട്ടികൾ ചിന്തിക്കുന്നു. അവരുടെ സ്കൂൾ ബാഗിൽ ഇത് കാണുന്നു. അത് മാറണം. ലഹരി ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും തടയപ്പെടുന്നതും അതോടൊപ്പം ഇതിൻ്റെ കണ്ണികളെ മൊത്തം കണ്ടെത്തണം. നിങ്ങൾക്കിത് ആരാണ് തന്നത്? അത് എത്ര ഉന്നതനായാലും അവർ ശിക്ഷിക്കപ്പെടണം. അവിടെ സിനിമാക്കാരനെന്നോ സാധാരണക്കാരനോ എന്നോ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉചിതമായ തീരുമാനം സംഘടനകൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ സംഘടനകൾ ഇക്കാര്യത്തിൽ വളരെ വിരുദ്ധമായ നിലപാടുകൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. വിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ ഈശ്വറിലേക്കാണ് പോകുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ഷൈൻ ടോം ചാക്കോയുടെ സംഭവം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ മാത്രമല്ല മലയാളം സിനിമയിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ പല പേരുകളും വന്നതാണ്. പക്ഷേ അവരിലേക്കൊക്കെ ഒരു അന്വേഷണം എത്താതിരിക്കാൻ, കൂടുതൽ ഷൈൻ ടോം ചാക്കോയെ ഇനി ഉപദ്രവിക്കേണ്ട എന്നൊരു നിലപാട്
എവിടെ നിന്നോ ഉണ്ടായിട്ടുണ്ട്, ഏതോ ഒരു തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയത്. അയാൾ ഇപ്പോൾ സ്വതന്ത്രനായി വിഹരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായത്. അപ്പോൾ ഈ സിനിമാ ലോകം, ഈ മലയാള സിനിമാ ലോകം ആരെയാണ് ഭയക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയ അങ്ങേയറ്റം ഈ മലയാള സിനിമയിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം, വളരെ കൃത്യമായി അറിയാം. ഇപ്പോൾ നോക്കൂ, സംവിധായകരടക്കം ഇപ്പോൾ പ്രതിപട്ടികയിലാകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. ആരെയാണ് യഥാർത്ഥത്തിൽ ഭയക്കുന്നത് ഇവരെല്ലാം? നീലിമാജി, രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഷൈൻ ടോം ചാക്കോയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന തെറ്റാണ്, ജീവിതത്തിലേക്ക് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ രണ്ടായി തന്നെ കാണണം. അതായത് കേസിൽ നിന്ന് രക്ഷിക്കാനും അദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാനും ശ്രമിക്കുന്നത് തീർച്ചയായും തെറ്റാണ്. എന്നാൽ അദ്ദേഹത്തെ നന്മയുടെ പാതയിൽ നിയമ നടപടിക്ക് ശേഷം ജീവിതത്തിലേക്ക് രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ഡിഫൻസ് ഒരുക്കുകയാണ്. ഞാൻ പലപ്പോഴും പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശമുണ്ട്, പക്ഷേ ഡ്രഗ്സിന് രണ്ട് വശമില്ല. അതായത് ലോകത്ത് എന്ത് വിഷയത്തിലും നമ്മൾ ഡിബേറ്റിന് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് വശം ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഒരു രണ്ട് വശമില്ല, ഒറ്റ വശമേ ഉള്ളൂ. അത് തിന്മയുടെ വശമാണ്, അത് പാപത്തിന്റെ വശമാണ്, അത് ഈവിളിന്റെ വശമാണ്. ആ വശത്തെ എതിർക്കാൻ കഴിയണം. ലാലേട്ടൻ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതിന് രണ്ട് വശങ്ങളോ രണ്ട് തരങ്ങളോ ഇല്ല. അവിടെയാണ് സ്ട്രോങ് ആയ ആക്ഷൻ, പോലീസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേണം. രണ്ട്, നമ്മുടെ കണക്കുകൾ നോക്കുക. NDPS അടക്കമുള്ള കണക്കുകൾ നോക്കിയാൽ 27,000-ഓളം കേസുകളും 33,000-ഓളം അറസ്റ്റുകളും കേരളത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ 3 ഇരട്ടിയും 6 ഇരട്ടിയും വലിയ സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല. അതായത് തമിഴ്നാട്ടിലോ പഞ്ചാബിലോ ഉത്തർപ്രദേശിലോ നമ്മുടെ ഒരുപാട് ഇരട്ടി ജനസംഖ്യയുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോലും ഇത്രയും കേസുകളില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ന്യായം പറയാം, അതൊരു തൊടുന്യായമാണ്, നമ്മുടെ പോലീസിംഗ് ബെറ്റർ ആയതുകൊണ്ടാണ്. പാർഷ്യലി അത് ശരിയാണ്, നമ്മുടെ പോലീസിംഗ് കുറെ കൂടെ മികച്ച രീതിയിലാണ്. പക്ഷെ അതുകൊണ്ടല്ലല്ലോ, പോലീസിംഗ് കാരണമല്ലല്ലോ കേസുകൾ കൂടുന്നത്. കേസുകൾ ഉള്ളതുകൊണ്ട് പോലീസ് കണ്ടെത്തുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊരു സീരിയസ് വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ശ്രീ വിനു കിരിയത്ത് സാറൊക്കെ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് സിനിമാ മേഖലയിൽ നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ അടുത്ത് നിൽക്കുന്നവരും സുഹൃത്തുക്കളും ഒക്കെ പലപ്പോഴും ഇതിൽ പെട്ടുപോവുകയാണ്. അവിടെയാണ് ഇതിൽ രണ്ട് രീതിയാണുള്ളത്. ലോകം മുഴുവൻ ഈ സമീപനമാണ്. ഒന്നൊരു സപ്ലൈ സൈഡാണ്, രണ്ടൊരു ഡിമാൻഡ് സൈഡാണ്. സപ്ലൈ സൈഡിനെ നിഷ്കരുണം തല്ലി തകർക്കാൻ നമുക്ക് കഴിയണം. അതിന് യാതൊരു ദയയും നമ്മൾ വിചാരിക്കേണ്ട. എന്നാൽ ഡിമാൻഡ് സൈഡ് പ്രശ്നം, ഈ സപ്ലൈ സൈഡ് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കുറെ നാളുകളായി ഈ മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് മട്ടാഞ്ചേരി മാഫിയയെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. സിനിമാ ലോകം നിയന്ത്രിക്കുന്നുണ്ട്, മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തി തന്നെയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള തരത്തിൽ പല പ്രത്യക്ഷ തെളിവുകളും നമ്മുടെ മുന്നിലുണ്ട്. അവർ തന്നെ ഈ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നു എന്ന വളരെ പരിതാപകരമായ, അങ്ങേയറ്റം നമുക്ക് ഉത്കണ്ഠയുളവാക്കുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരാണ് സംരക്ഷിക്കുന്നത്? ഈ സപ്ലൈ ചെയിനെ തടഞ്ഞു നിർത്താൻ, ഈ കണ്ണികൾ പൊട്ടിക്കാൻ ആർക്കാണ് ധൈര്യം എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. അവിടെയാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടെ സ്ട്രോങ് നടപടികൾ ഉണ്ടാകണം. മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയാണ്, സാധാരണക്കാരുടെ അല്ല. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഒരു മാഫിയ കണക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഈ ഡ്രഗ്സ് കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ പലപ്പോഴും നമ്മുടെ കേരളത്തിന് ബാഹ്യമായ ശക്തികൾക്ക് പോലും റോൾ ഉണ്ടോ, അന്താരാഷ്ട്ര ശക്തികൾക്ക് റോൾ ഉണ്ടോ എന്ന് നമ്മളാരും പറയുന്നതല്ല, ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഒരു ടാർഗറ്റഡ് ഇന്റർവെൻഷൻ നടത്തുകയാണോ എന്ന സംശയം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അതായത് ഇന്റലിജൻസ് ബ്രീഫിംഗ് അടക്കമുള്ള ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ നമ്മൾ സംശയിക്കുന്ന സ്വാഭാവികമല്ലേ. ഇവിടെയാണ് ഓപ്പിയം വാർ എന്ന് പറയുന്ന ചരിത്രം നമ്മൾ ഓർക്കേണ്ടത്. അതായത് ബ്രിട്ടീഷുകാർ ചൈനയെ നശിപ്പിക്കാനായി ചൈനയിലെ യുവാക്കളിലേക്ക് ഓപ്പിയം, കറുപ്പ് കടത്തി. ചൈന അതിനെതിരെ പ്രതിഷേധിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മൾ സ്കൂൾ പുസ്തകങ്ങളിൽ പഠിക്കുന്ന ഓപ്പിയം വാർ ഉണ്ടാകുന്നത്. കേരളത്തിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക്, മംഗലാപുരം വഴി, ഗോവ വഴി അടക്കം പലപ്പോഴും ഇത് വരുന്നത് അപകടകരമായ രീതിയാണ്. ഇത് പെട്ടുപോകുന്ന സാധാരണക്കാരാണ് പലപ്പോഴും. അവർ ഇതിന്റെ പിന്നിലുള്ള വലിയ കോൺസ്പിറസി ഒന്നും അറിയുന്നില്ല. പകരം സാധാരണ ജനങ്ങൾ, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ യുവാക്കൾ, അവർ TV കണ്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടോ ഫാസിനേറ്റഡ് ആയി ഇതിന്റെ പുറകെ പോകുന്നത് വലിയ ഇഷ്യൂ ആണ്. കേരളീയം ബാക്കിയെല്ലാം നമുക്ക് മറക്കാം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ, എനിക്ക് 2 മക്കളുണ്ട് വീട്ടിൽ, ആൺകുട്ടികളാണ്. നമുക്കതിന് പേടിയുണ്ട്. പെൺകുട്ടികളും ചില യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതുകൊണ്ട് കേരളം ഒരുമിച്ച് നിന്ന് ബാക്കിയെല്ലാം മറന്ന് ഈ മാഫിയ, ഡ്രഗ് മാഫിയകളെ എതിർക്കാൻ ഒരുമിച്ച് മുമ്പോട്ട് വരണം. അവിടെയാണ് നമ്മൾ അന്തർദേശീയ ഗൂഢാലോചന പോലും സംശയിക്കേണ്ടത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ വളരെ കൃത്യമായി പറയുന്നൊരു സാഹചര്യമുണ്ടായി. ലഹരി മുക്ത ഭാരതത്തിലേക്ക് നാം ചുവടുവെക്കണം. അതിനുള്ള വലിയ നീക്കങ്ങൾ നടക്കുമ്പോഴാണ് പക്ഷേ കേരളത്തിൽ ഒന്നും നടക്കാത്തത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ കെ. ആന്റണിയിലേക്ക് പോവുകയാണ്. യെസ്,
ഇപ്പോൾ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ ജി സുരേഷ് കുമാർ, മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. മലയാള സിനിമയിലെ രണ്ട് യുവ സംവിധായകർ ലഹരി മരുന്നുമായി ലഹരി ഉപയോഗിച്ചതിന് അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത കേട്ടാണ് നമ്മൾ ഇന്ന് ഉണർന്നത്. ഇപ്പോൾ നോക്കൂ, ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ആരൊക്കെയോ അയാളെ രക്ഷിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു. സിനിമാ സംഘടനകൾക്കിടയിൽ വലിയ ഭിന്നത ഇക്കാര്യത്തിൽ നിഴലിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു സംഭവത്തെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അങ്ങക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഞങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഭിന്നതയില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. ഞങ്ങൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കും, മാറ്റി നിർത്തുന്നവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ സ്ഥലത്തില്ല. ഇപ്പം അവിടെ ഇതിപ്പം ഞാൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കിത് പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്, ഒത്തിരി ടെക്നീഷ്യൻസും ഇതിൻ്റെ പിന്നിലുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ഇന്ന പോലത്തെ കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി ടെക്നീഷ്യൻസും അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളിതൊക്കെ ഇത് ഒത്തിരി മുന്നിൽ കണ്ട് ഞങ്ങളിത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല സെറ്റുകളിലും ഇതേപോലത്തെ ടെക്നീഷ്യൻസ് ഇവർ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സമയത്തിന് വരാതെയും താമസിച്ച് ഷൂട്ടിംഗ് തുടങ്ങുന്ന ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രൊഡ്യൂസർമാരാണ്. അപ്പം ഞങ്ങളിത് പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിനി ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാനൊക്കില്ല എന്ന് ഞാൻ അറിഞ്ഞത്. ഫെഫ്ക അവരെ മാറ്റി നിർത്തി അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അതിന് ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ കലാകാരന്മാരെന്ന് പറയുന്നത് സമൂഹത്തിൽ മാതൃകയാകേണ്ട ആൾക്കാരാണ്. അവരിങ്ങനെ ആയി പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളേ ഉള്ളൂ. അവരൊക്കെയാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് സമൂഹത്തിൽ. നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് വ്യത്യസ്തമായിട്ട് നിന്ന് ബാക്കിയുള്ളവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ കലാകാരന്മാരാണ്. അവർ തന്നെ ഇതിലേക്ക് പഴുതി വീഴുമ്പോൾ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. ഞങ്ങൾ എന്തായാലും ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലകൊള്ളും. ശക്തമായ നടപടികളും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ശ്രീ സുരേഷ് കുമാർ, ഞാൻ അങ്ങയോട് ചോദിക്കാൻ തുടങ്ങിയത്, ഷൈൻ ടോം ചാക്കോയ്ക്ക് ഫെഫ്ക വലിയ പിന്തുണ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ. അയാൾ നന്നാകും, ഒരവസരം കൂടി ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകണം എന്നുള്ള രീതിയിൽ ഫെഫ്ക നിലപാടെടുത്തു. അതിനെതിരെ കടുത്ത വിമർശനം അങ്ങ് ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ സിനിമാ സംഘടനകൾ ഒറ്റക്കെട്ടായി മാറ്റി നിർത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ഫെഫ്ക അവരുടേതായ തീരുമാനമാണ് പറഞ്ഞത്. ഒരു ചാൻസും കൂടെ കൊടുക്കുന്നത്. പല ചാൻസ് പലർക്കും കൊടുത്തിട്ടുള്ളതാണ്. ചാൻസ് നേരത്തെ കൊടുത്തപ്പോൾ ഞങ്ങൾക്കെതിരെ ആൾക്കാർ തിരിഞ്ഞ് ഞങ്ങളെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഷൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി വീണ്ടും കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഫെഫ്കയുടെ നയം വ്യക്തമാക്കി എന്നുള്ളേ ഉള്ളൂ. ഇൻഡസ്ട്രിയുടെ നയമല്ല അവർ പറയുന്നത്. ഇൻഡസ്ട്രിക്കുള്ള വേറെ നയമാണ്. അതിപ്പം ഫെഫ്ക അവരുടേതായ കാര്യം അതിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഞങ്ങളുടെ നയം അതല്ല. ഞങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടവർക്കെതിരെ നടപടി എടുക്കുന്നതിന് അതിനൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ഉണ്ടാക്കില്ല. അത് എടുക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ് എന്നാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ജി സുരേഷ് കുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. റിട്ടയർഡ് എസ് പി കെ എം ആന്റണിയിലേക്ക് പോവുകയാണ്. ആന്റണി സാർ, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, വളരെ കൃത്യമായൊരു നടപടി ഉണ്ടാകണം. നേരത്തെ ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സിനിമാ സെറ്റുകളിൽ അടക്കം പരിശോധന നടത്തണം എന്നുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് ആ നിലപാടിൽ നിന്നും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പിന്നോക്കം പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിന് കാരണമായി പറഞ്ഞത്, നമ്മൾ ഈ സിനിമാ സെറ്റുകളിൽ കയറി ഇറങ്ങി ഇത്തരത്തിലൊരു പരിശോധന നടത്തിയാൽ ഇവിടെ നിന്നും ആളുകൾ, സിനിമാ നിർമ്മാതാക്കളെല്ലാം ലൊക്കേഷൻ മാറിപ്പോകും, അത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു റവന്യൂ നഷ്ടമാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടത്. പക്ഷേ ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായി ഇടപെടേണ്ട ഒരു അനിവാര്യതയിലേക്കല്ലേ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പം സിനിമ സെറ്റുകളിൽ പോലീസ് റെയ്ഡുകളോ അല്ലെങ്കിൽ പരിശോധനകളോ കർക്കശമാക്കി കഴിയുമ്പോൾ അതൊരു അരക്ഷിതാവസ്ഥയോടെ ഉണ്ടാക്കും ആ മേഖലയിൽ.
തീർച്ചയായിട്ടും അത് അങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു സർഗശേഷി പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ആളുകൾ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ ഉള്ളത്. പിന്നെ എല്ലാം ഒരുമിച്ച് ഒത്തുചേർന്ന് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്നതോ അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു പോലീസിൻ്റെയോ അല്ലെങ്കിൽ എക്സൈസിൻ്റെയോ ഒരു പ്രവർത്തനം അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉളവാക്കും. അത് നിർമ്മാതാവിലുണ്ടാക്കും, നടന്മാരിലുണ്ടാക്കും, സംവിധായകനിലുണ്ടാക്കും. അവിടെയുള്ള ഏറ്റവും കുറഞ്ഞ ജോലി പോലും ചെയ്യുന്ന ആളിൽ ഉളവാക്കും. അത് ഈ പറഞ്ഞതിൽ കുറച്ച് വാസ്തവമുണ്ട്. അപ്പൊ നമ്മൾ അത് വേണ്ട എന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ കുത്തഴിച്ച് വിടാം എന്നുള്ള രീതിയിലേക്കല്ല അതിനെപ്പറ്റി കാണേണ്ടത്. അതിലൊരു കൃത്യമായ നിയന്ത്രണം ആവശ്യമുണ്ട്. മയക്കുമരുന്ന് ആ സിനിമാ സെറ്റുകളിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സിനിമയെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല ഇതിവിടെ നമ്മൾ ചെയ്യുന്നത്. കാരണം സിനിമ വേണം, സിനിമ നല്ല സന്ദേശം കൊടുക്കുന്ന സിനിമകൾ വേണം. അത് പരിധി വിട്ടു പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇതിപ്പം ഏറ്റവും, അതായത് കുറുന്തോട്ടിക്ക് തന്നെ വാദം എന്നുള്ള രീതിയിലേക്ക് വന്നു. സംവിധായകർ തന്നെ ഇതിനടിമയാകുന്നു, അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടുന്നു കയ്യോടെ. പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇത് കയ്യോടെ 1.6 ഗ്രാം ആണെങ്കിലും അത് പിടിച്ചു എന്നുള്ളതാണ് അതിനകത്തെ വലിയൊരു കാര്യം. അവരിൽ നിന്നൊന്നും നമ്മൾ ഇതല്ല സമൂഹം പ്രതീക്ഷിക്കുന്നത്. അവരൊക്കെ ഒരുപാട് നല്ല സിനിമകൾ എടുത്തിട്ടുള്ളവരാണ്, സമൂഹത്തിനും ഒരു പ്രതീക്ഷയുള്ള സംവിധായകരാണ് ഈ പറഞ്ഞ രണ്ടുപേരും. അപ്പൊ നമ്മൾ അതിന് ഗൗരവതരമായ ഒരു നടപടിയാണ് ഇതിലേക്ക് ആവശ്യം. പോലീസിനെ എത്തിപ്പെടാൻ അല്ലെങ്കിൽ പോലീസിന് എപ്പോഴും കയറി ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. കാരണം മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം അതിന് ലൈസൻസ് ഇല്ല. അതേസമയം മദ്യം നിയന്ത്രിതമായിട്ട് നടത്തുന്നുണ്ട്. മദ്യത്തിന് ലൈസൻസ് കൊടുത്ത് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ മയക്കുമരുന്ന് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും വരും. ഇത് പ്രത്യേകിച്ചും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സിനിമ എന്ന് പറയുന്ന ഒരുപാട് മാനസിക സംഘർഷം അല്ലെങ്കിൽ സമ്മർദ്ദമൊക്കെ ഉളവാക്കുന്നതാണ്. പിന്നെ തൊഴിലിൻ്റെ പ്രത്യേകതയുണ്ട്. തുടർച്ചയായി നിന്ന് ജോലി ചെയ്യുന്നു, സമയത്തിൻ്റെ പരിമിതി ഒന്നും ഇല്ലാതെ ചെയ്യേണ്ടതാണ്. പിന്നെ എപ്പോഴും ആക്റ്റീവായി നിൽക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാരണം പറഞ്ഞാണ് മയക്കുമരുന്നിനെ ചിലപ്പോഴെങ്കിലും ചിലർ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് മറ്റുള്ളവരും തിരഞ്ഞെടുക്കുന്നു. ഒരു സിനിമാ മേഖലയിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഫെഫ്ക പോലുള്ള സംഘടനകൾ ഇവരെ വെറുതെ വിടുന്നു എന്ന്. ഇത്രമാത്രം മനസാക്ഷിയുള്ള വിശാലതയുള്ള ഒരു സംഘടന നമുക്കിവിടെ ഉണ്ടെന്നുള്ളതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. കാരണം എന്ത് ചെയ്താലും അവർ മാപ്പ് കൊടുക്കുന്നു, ക്ഷമിക്കുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ അതല്ല, അതിനെയൊക്കെ നമ്മൾ നല്ല ഒരു രീതിയിൽ ഇവരെ വാൺ ചെയ്ത് നിർത്തണം. 1-2 പേര് പ്രത്യക്ഷത്തിലേക്ക് ഇതുമായി വന്നു കഴിഞ്ഞാൽ അവർക്ക് മാതൃകാപരമായ ശിക്ഷ. ഇപ്പൊ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു നമ്മുടെ സംഘടനയോട് ബന്ധപ്പെട്ട ആൾ പറഞ്ഞു അത് സസ്പെൻഡ് ചെയ്യാനായിട്ട് നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ആ രീതിയിൽ നടപടികൾ എടുത്ത് ഇതിലെ കുഴപ്പക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു സന്ദേശമാണ് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും പോലീസിന്റെ നടപടി, ഇപ്പൊ പോലീസ് നടപടി ഈ സിനിമ രംഗത്ത് മാത്രമല്ല, ഈ നമ്മുടെ കേരളത്തിലെ ഉടനീളം ചെയ്യുന്നുണ്ട്. ഡിഹണ്ട് എന്ന് പറയുന്ന ആ പ്രോഗ്രാം ഇപ്പൊ 2 മാസത്തോളമായി. അതിനുശേഷം ആയിരക്കണക്കിന് കിലോ മയക്കുമരുന്നുകളാണ് കഞ്ചാവ് ഉൾപ്പെടെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നടപടികൾ പോലീസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് ശക്തമായ രീതിയിൽ പോലീസിന്റെ സർവ്വശേഷി ഉപയോഗിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ സർവ്വശേഷിയും ഉപയോഗിക്കുന്നുണ്ട് മറ്റു മേഖലകളിൽ. ഈവൻ ക്യാമ്പസുകളിൽ പോലും വലിയ ഇടപെടൽ നടത്തുന്നുണ്ട്. ശ്രീ വിനു കിരിയത്ത്, ഇത് എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ സാധ്യമാകാത്തത് എന്നതാണ് വലിയ ഉയരുന്ന ഒരു ചോദ്യം. ഈ വിൻസി അലോഷ്യസ് ഇക്കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലൊന്നും ഒരു നടപടി പോലും ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇന്ന് നല്ല സംവിധായകരാണ് രണ്ടുപേരും. ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന ഇങ്ങനെ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് അഷ്റം ഹംസയുടെ സിനിമകളൊക്കെ തന്നെയും. ഇവരൊക്കെ ഇങ്ങനെ പെട്ടുപോകുന്നതാണ് എന്നതാണ് വലിയൊരു വിരോധാഭാസം ഇക്കാര്യത്തിൽ. ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ സംവിധായകൻ കമൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഷൈന് ഒരു ദുശീലവും ഉണ്ടായിരുന്നില്ല, ഒരു ദുർനടപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമയിലെത്തിയപ്പോൾ എന്താണ് അവിടെ വന്ന മാറ്റം? ഒപ്പം ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ സിനിമാ മേഖല തന്നെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് ഈ മലയാള സിനിമ ഈ ലഹരിയില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നേർസാക്ഷ്യമാണ് കമലിനെ പോലുള്ളവർ പോലും ഉയർത്തുന്നത്. ഇവിടെ 2 സംവിധായകരും നല്ല സംവിധായകരാണ്. ഷൈൻ ടോം ചാക്കോ നല്ല നടനാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ളവർ ചർച്ചയ്ക്ക് വരുന്നത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർ നമ്മുടെ ശത്രുവല്ല.
അവരുടെ ജീവിതമാർഗം അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ചർച്ചയ്ക്ക് വരുന്നത്. എപ്പോഴും ഞാൻ വിചാരിക്കും, പലരും എന്നെ പല ചാനലിൽ നിന്നും വിളിക്കുമ്പോൾ പറയും, അയ്യോ മറ്റുള്ളവരാരും വരുന്നില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വരണം, സത്യം തുറന്നു പറയാൻ എന്തിനാണ് ഭയക്കുന്നത്? ഇവിടെ 85-കാരന് നാളെ എനിക്ക് ഇയാളെങ്ങാനും ഒരു ഡേറ്റ് തന്നാലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്. നമുക്ക് വിധിച്ചത് നമുക്ക് വരും. സ്നേഹം കൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ എനിക്ക് സാധിച്ചാൽ അതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറഞ്ഞു നിന്നിട്ട് സിനിമയിൽ നിന്ന് ആരും പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ പറയുന്നത്, ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഒരു സൂപ്പർ സ്റ്റാർസും പ്രതികരിച്ച് കണ്ടില്ല. സംവിധായകരുടെ കാര്യത്തിൽ സിബി മലയിൽ ഇപ്പൊ പറഞ്ഞു എന്ന് പറയുന്നു. സുരേഷ് കുമാർ അതിശക്തമായി പറഞ്ഞു നിർമ്മാതാക്കളുടെ സൈഡിൽ നിന്ന്. ഞാൻ പറയുന്നത്, ഇവർ ഈ പറയുന്നതൊക്കെ ഇവർ ശത്രുവായിട്ട് കാണണമെങ്കിൽ ശത്രുവായി കണ്ടോട്ടെ എന്ന് വിചാരിക്കണം. നമ്മൾ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഒരാളെ നന്നാക്കാനല്ല. ഒരു ഇൻഡസ്ട്രിക്ക് ചീത്തപ്പേരുണ്ടായാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ എഗ്രിമെന്റ് നമ്മളൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത്ര രൂപയ്ക്ക് ഞാൻ തിരക്കഥ എഴുതിക്കോളാം, ഇത്ര സ്ഥലത്ത് സ്ക്രിപ്റ്റ് കൊടുക്കാം. ഇനി അങ്ങനെ പോരാ. ഈ സിനിമ തീരുന്നവരെ ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ലാതും, അഥവാ ഞാൻ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ടാൽ ഞാനത് അറിയപ്പെടേണ്ടവരെ അറിയിക്കും എന്നും കൂടെ ഒരു എഗ്രിമെന്റ് ഇനി വയ്ക്കണം. ഞാൻ ലഹരി ഉപയോഗിക്കില്ല, കാരണം നിർമ്മാതാവിന്റെ പൈസയാണ് അവിടെ നഷ്ടപ്പെടുന്നത് ഞാൻ ലഹരി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതും കൂടെ ഇനി ക്ലോസ് വയ്ക്കുക. ഇതിനകത്ത് ഞാൻ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല എന്നും കൂടെ എഴുതി വാങ്ങിച്ചാൽ ഇനി സിനിമ ചെയ്യാൻ പറ്റും. ഇത് വലിയ കഷ്ടമാണിത്. നല്ല രണ്ട് സംവിധായകരല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ തല്ലുമാലയൊക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇത് ജീവിതമാണെന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കൂ. നിങ്ങളുടെ അന്നമല്ല, ഒരുപാട് പേരുടെ അന്നമാണ് നിങ്ങളുടെ കയ്യിൽ, സംവിധായകരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, തെറ്റ് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മാറ്റാൻ സമയമുണ്ട്. ശിക്ഷിക്കപ്പെടണം, അത് വേണം, അത് നിർബന്ധമാണ്. ആ ചെറിയ ശിക്ഷയിലൂടെ അവർ നന്നായി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ പോലീസിനെ നോക്കി ഇതെല്ലാം എന്താണ് എന്നുള്ള തരത്തിലൊക്കെ അവരുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ശരീരഭാഷയാണ് ഈ രണ്ട് സംവിധായകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് എത്തുകയാണ്. രാഹുൽ, ഇത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഈ സിനിമ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ സിനിമാ നടന്മാരുടെയും അതുപോലെ സംവിധായകരുടെയൊക്കെ ലഹരി ഇടപാട് എന്നത് വളരെ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. നോക്കൂ, ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും കാര്യം പുറത്തു പറഞ്ഞത് ആരാണ്? തസ്ലിമ സുൽത്താന. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വലിയൊരു ക്രിമിനൽ തസ്ലിമ സുൽത്താന, ആലപ്പുഴ കേസ്. ആ കേസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയുമായി നിരന്തരം ബന്ധമുണ്ട് എന്ന് തസ്ലിമ സുൽത്താന പറയുകയാണ്. അപ്പോൾ ഇവരുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഈ ലഹരി ഇടപാടിലെ വൻ കണ്ണികളുമായി കൈകോർക്കുകയാണ് ഈ സിനിമാ മേഖലയിലെ പ്രശസ്തർ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല, അവിടെയാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും റാക്കറ്റ് സ്വഭാവം കാണുമല്ലോ. അതായത് ഇതാരെങ്കിലും മേടിക്കണം, ഇതാരെങ്കിലും വിപണനം ചെയ്യണം, ആരെങ്കിലും അതിന് കാശ് മേടിക്കണം, ഡ്രഗ് പെഡ്ലേഴ്സ് ഉണ്ട്, ഡ്രഗ് കാരിയേഴ്സ് ഉണ്ട്, ഇത് രഹസ്യാത്മകമായി കൊണ്ടുപോകണം, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ലേ? നേരത്തെ ഒരു കാര്യം കൂടെ സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിനു ക്രിയേറ്റ് സാർ പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ്. സിനിമാ മേഖലയിൽ എനിക്കും തന്നെ അറിയാവുന്ന പല ആൾക്കാരും ഉണ്ട്, പ്രതികരിക്കണോ പ്രതികരിക്കണ്ടേ എന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ട്. പ്രതികരിച്ചാൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ആരെയും വേദനിപ്പിക്കണ്ട, പക്ഷെ എല്ലാരെയും നന്നാക്കുന്ന രീതിയിൽ ഒരു നിലപാടെടുക്കാമല്ലോ. ഇതിന്റെ പ്രശ്നം മുഖ്യധാരയിൽ നിൽക്കുന്ന ആൾക്കാർ അതിലേക്ക് പെട്ടുപോകുമ്പോൾ, ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ശ്രീനാഥ് ഭാസി ഒരു ഗംഭീര അഭിനേതാവാണ്, ആർക്കും ഇതിനോട് എതിർപ്പില്ല. ശ്രീനാഥ് ഭാസി ഇതേപോലെ ഒരു പക്ഷേ സബ്സ്റ്റൻസിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കാം ഒരു ആങ്കറിനോട് മോശമായി പ്രതികരിക്കുകയുണ്ടായി. എന്റെ വൈഫ് ദീപ അടക്കം അവർ അവതാർ ആങ്കേഴ്സിന്റെ ഒക്കെ ഭാഗമാണ്, ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? ഈ സിനിമയെ തന്നെ, ഈ മറ്റേ ഷൈൻ ടോം ചാക്കോന്റെ അവസാന സിനിമ വിൻസിയുടെ സിനിമയെ തന്നെ മറ്റൊരു പെൺകുട്ടിയും കൂടി വന്ന് ഷൈൻ ടോം ചാക്കോ എന്തോ വെളുത്ത പൊടിയോ സബ്സ്റ്റൻസോ യൂസ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇതൊന്നും സത്യമല്ലെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. 12 ദിവസം ഇദ്ദേഹം ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നില്ലേ? അപ്പൊ ഇതെല്ലാം ഒരു സത്യമാണെന്ന് കണ്ടുകൊണ്ട് ഇതിന്റെ പിന്നിൽ ബാക്കിയുള്ള കോൺസ്പിറസി തിയറി കൊണ്ടുവരാതെ ശക്തമായ നടപടി എടുക്കാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിയണം. നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണ്, എന്തിന്റെയും പുറകിൽ കോൺസ്പിറസി തിയറി കണ്ടെത്തും. ചിലതിന്റെ പിന്നിലൊക്കെ കാണാം, ഇല്ലാന്നല്ല, പക്ഷെ 99% നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് കാണാവുന്ന കാര്യങ്ങളല്ലേ ഡ്രഗ് മാഫിയ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന്റെ വ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെതിരെ ഒരു നടപടി വേണം. അതിനെതിരെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കുറെ കൂടെ ശക്തമാകണം. സിനിമാ മേഖലയിൽ, സ്കൂളിൽ, കോളേജിൽ അടക്കം പോലീസ് ഇൻഫോർമൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഗ്യാതറിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇത്തരം കാര്യങ്ങൾ വേണം. ശ്രീ അമിത്ഷാജി ആകട്ടെ, നമ്മുടെ ആഭ്യന്തരമന്ത്രി ആകട്ടെ,
ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം ഇല്ലല്ലോ. ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും BJP-കാരനാണെങ്കിലും നശിക്കും, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നശിക്കും, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നശിക്കും. യഥാർത്ഥത്തിൽ ഡ്രഗ്സിന് ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ല, നമുക്ക് പലപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ ഡ്രഗ്സ് എല്ലാരെയും നശിപ്പിക്കുന്ന വിഷമാണ്, ഡ്രഗ്സ് എല്ലാരെയും നശിപ്പിക്കുന്ന സാത്താനാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് പെരുമാറാൻ കഴിയണം. അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മുക്തരാക്കണം. ഇവർ പ്രത്യേകിച്ച് ഇംപ്രഷനബിൾ ഏജൻസ് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഒരു 16 മുതൽ 20-24 വയസ്സ് വരെ നമ്മുടെ ഈ ഇംപ്രഷനബിൾ ഏജിൽ കുട്ടികൾ പലപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തോ വലിയ രീതിയിൽ തങ്ങൾ എത്തി വലുതായി എന്നൊരു തോന്നലുണ്ടാവും. ഞാൻ യുവജന കമ്മീഷന്റെ ഭാഗമായിട്ടിരുന്നപ്പോൾ ഞങ്ങൾ ഒരു വരി കൂടെ എടുത്ത് തീർക്കാം. ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ആ ക്യാമ്പയിന്റെ പേര് IA ഡ്രഗ്സ് എന്നാണ്. IO ഡ്രഗ്സ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. പകരം നമ്മളത് മാറ്റി IA ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നീ മണ്ടനാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് നിനക്ക് തലച്ചോറും മൂളയും ഇല്ല, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഡ്രഗ്സ് IO അല്ല, അതൊരു അഡ്വഞ്ചർ അല്ല, അതൊരു ഡേഞ്ചർ അല്ല. ഈ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. IA ഡ്രഗ്സ് എന്ന് പറയുന്ന രീതിയിൽ ഡ്രഗ്സിനെ ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് അല്ലെങ്കിൽ പരിപ്രേക്ഷ്യപരമായ ഒരു മാറ്റം കൊണ്ടുവരികയും ഇതിനെ നമ്മൾ മാറ്റണം. നമ്മളൊരു 1-2 വർഷം കർമ്മ പദ്ധതി വേണം. അതിന് കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും സഹകരണം വേണം. നമ്മുടെ ഏജൻസികൾ ഒരുമിക്കണം. ലഹരിയാണ് ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് ഇവരെ കൊണ്ടുവരണം. അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരുന്നു. ജീവിതമാണ് ലഹരി, ലഹരി ജീവിതമാണെന്നൊക്കെ പറഞ്ഞു. ആ രീതിയിൽ സിനിമാ മേഖലയെ കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുകയും സഞ്ജയ് ദത്തിനെയൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു, രൺബീർ കപൂറിനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു, ഫർദീൻ ഖാനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ന് സഞ്ജയ് ദത്ത് ഡ്രഗ്സിനെതിരെയുള്ള ഏറ്റവും നല്ല അംബാസിഡറാണ്. പക്ഷേ രാഹുൽ, മലയാള സിനിമയിൽ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതാണ് ചോദ്യം. അവിടെയാണ് അതിശക്തമായ ഒരു മാഫിയ ഇവിടെ നിലനിൽക്കുന്നു എന്നത് പല ഘട്ടത്തിൽ പല സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. ആ മാഫിയയ്ക്ക് പല ഘടകങ്ങളുടെ പേരിലും സംസ്ഥാന സർക്കാർ അടക്കം വലിയ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതല്ലേ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിലൊക്കെ അനാവൃതമാക്കപ്പെടേണ്ടത്? അങ്ങനെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ടോ അങ്ങനെ ഒരു ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നവർ പുനർചിന്തിക്കേണ്ട കാര്യത്തിൽ സംശയമില്ല. ഒരു വരി കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ സുരേഷ് ജിയൊക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിനു കിരീത് സാർ ഉള്ളതുകൊണ്ടാണ്, സിനിമയിലെ മുതിർന്നവരാണിവർ. ഇവർക്ക് സിനിമയുടെ ഉള്ളിൽ തന്നെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. നീലിമ മാഡത്തിനോ എനിക്കോ അല്ലെങ്കിൽ സാറിനോ അല്ലെങ്കിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ സാറിനോ അടക്കമുള്ളവർക്ക് വേണ്ട രീതിയിൽ ആന്റണി സാറിനോ ഇടപെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക് തങ്ങളുടെ യങ്സ്റ്റേഴ്സിനെ പറഞ്ഞു തിരുത്താനും അവരെ ഈ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയും. ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് അവരുടെ കരിയർ നശിക്കും. ഇപ്പൊ ഷൈൻഡോൺ ചാക്കോയ്ക്ക് സംഭവിക്കാൻ പോണ എന്താണ്? സ്കൂളിൽ പോകുമ്പോൾ കൊച്ചുകുട്ടികൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ ബി ഉണ്ണികൃഷ്ണനെ കാണാൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയുണ്ടായി. നന്നായി അമ്മയെ വിളിച്ചുകൊണ്ട് പോയെന്നാണ് എന്റെ അഭിപ്രായം. എന്നിരുന്നാലും വിളിച്ചോണ്ട് പോകുന്നത് ഈ തെറ്റുള്ളതുകൊണ്ടാണ്. ഒരു 4-5 പ്രാവശ്യം യൂസ് ചെയ്താൽ അഡിക്ഷന്റെ ലെവലിലേക്ക് പോകും. അപ്പൊ ഇത് സീരിയസ് ആയ ഒരു വിഷയമായി കണ്ട് ഇതിനെതിരെ ഒരു ബോധവൽക്കരണം സിനിമാ മേഖലയിലെ മുതിർന്ന സംഘടനകൾ തന്നെ ഏറ്റെടുക്കണം. ഞാൻ ഈ പറയുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം കൂടെ, മദ്യം വിഷമാണ് ഇല്ലെന്നല്ല, പക്ഷെ മദ്യത്തെക്കാൾ എത്രയോ വലിയ ഇരട്ടി വിഷമാണ് ഈ ഡ്രഗ്സ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പുനർചിന്തനം വേണം. ഓക്കെ, ശ്രീ വിനു കിരിയത്ത്, മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന അഭിപ്രായമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പങ്കുവച്ചത്. ഇപ്പോൾ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊക്കെ പരസ്യങ്ങളിൽ പറയുന്നവർ പോലും ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം പുറത്ത് പറയുന്നതായി മാധ്യമങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ വലിയ ഉത്തരവാദിത്വം ഈ സമൂഹം, മുതിർന്ന നടന്മാർക്കടക്കം മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർക്കടക്കം ഈ സമൂഹം കൽപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവരൊന്നും ഇങ്ങനെ ഈ താഴെയുള്ള തലമുറ ഇങ്ങനെ വഴിതെറ്റി പോകുമ്പോൾ, ഈ ലഹരിയുടെ മായിക ലോകത്തേക്ക് ഇവർ സഞ്ചരിക്കുമ്പോൾ ആ തലമുറയെ വീണ്ടെടുക്കാൻ എന്തുകൊണ്ടാണ് മുന്നിട്ടിറങ്ങാത്തത്? തീർച്ചയായിട്ടും ഇവിടെ താരങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ജനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ബൈറ്റുകൾ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ, സൂപ്പർ സംവിധായകർ, നടിമാരുൾപ്പെടെ ഈ ലഹരിയുടെ വിപത്തിനെ കുറിച്ച് ചെറിയ ചെറിയ ബൈറ്റുകൾ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ചാനലുകൾക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് കുട്ടികളെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും. ഇപ്പം മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ വന്നിട്ട് ലഹരി ഉപയോഗിച്ചാൽ ആ തലമുറയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, കാരണം കൊച്ചുകുട്ടികൾ, നമ്മൾ ഈ 30-35 വയസ്സായവരെ കണക്കാക്കേണ്ട, സ്കൂൾ കുട്ടികൾ വരെ ഇന്ന് ലഹരിക്ക് അടിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നത് ടെക്നീഷ്യൻസ് ആയാലും നടന്മാരായാലും പ്രശസ്തരായവരെ കൊണ്ടിട്ട്, സെലിബ്രിറ്റീസ്, അതുപോലെ നമ്മുടെ സാഹിത്യരംഗത്ത് ഇപ്പോൾ ഓണക്കൂർ സാറ് അതുപോലെയുള്ളവർ, ഞാനും ഓണക്കൂർ സാറും ഒക്കെ പാറശാല മുതൽ തിരുവനന്തപുരം വരെ പല വേദികളിലും ലഹരിക്കെതിരെ പ്രസംഗിക്കാൻ പോയതാണ്. അപ്പോൾ അത്തരക്കാരുടെയൊക്കെ ബൈറ്റുകൾ നിങ്ങൾ ചാനലുകൾ
നിത്യവും കുറേ നാളത്തേക്കെങ്കിലും കാണിച്ചാൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. സിനിമാക്കാർ മാത്രമാവണമെന്നില്ല, സ്പോർട്സുകാർ, പയ്യൻ വിജയൻ, അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യും. അദ്ദേഹത്തിൻ്റെയൊക്കെ ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്. PT ഉഷ, അങ്ങനെ നാനാ തുറയിലുള്ള പ്രമുഖർ വന്നിട്ട് ഓരോ ബൈറ്റുകൾ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ ചെയ്യും. ഇതിൻ്റെ വിപത്തിനെ കുറിച്ച് ചാനലുകൾ എല്ലാ ചാനലിലും കൊടുക്കുക. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. സിനിമാ മേഖലയിൽ എന്തായാലും ഇതൊരു വലിയ ചർച്ചയാവും. സിനിമാ മേഖലയിൽ എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നു. ഇപ്പോൾ സുരേഷ് കുമാർ പോലെ ബാക്കി സംഘടനകളും ഇനിയും അവർക്ക് വെറുതെ കൈ കെട്ടിയിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് സംഘടനകളുണ്ട് സിനിമയിൽ, അറിയാലോ. ഇതിൽ പ്രധാന സംഘടന എന്ന് പറയുന്നത് നിർമ്മാതാവ് തന്നെയാണ്. അവരിവരെ വേണ്ടാന്ന് വെച്ചാൽ കൊണ്ടാകാം ഫെഫ്ക ഇന്ന് ഈ രണ്ട് സംവിധായകരെ പുറത്താക്കുന്ന ഒരു സമീപനം ഒക്കെ എടുത്തിട്ടുണ്ട്. ശ്രീ വീണു കിരിയത്ത്, ഒരുപക്ഷെ സംഘടനകളും ആ രീതിയിൽ വളരെ പോസിറ്റീവായ ഒരു പാതയിലേക്ക് വരുന്നു എന്ന് വേണം കരുതാൻ. ബാക്കി സർക്കാരിന്റെ കയ്യിലാണ്. സ്കൂളുകൾ, കുട്ടികൾ, സ്കൂളുകളിലൊക്കെ ബോധവൽക്കരണം വളരെ ശക്തമായിട്ട് വേണ്ട. കുട്ടികളുടെ ബാഗ് പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, ഒരു കുട്ടിയുടെ മൊബൈൽ പിടിച്ചു വെച്ചതിന് ഗുജറാത്തിലെ എവിടെയാണ് അധ്യാപികയെ ചെരുപ്പൂരി അടിക്കുന്നു ഒരു കോളേജ് സ്റ്റുഡന്റ്, ഇല്ലേ, പെൺകുട്ടി. അതും എത്ര വിരോധാഭാസമാണ് നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ തലങ്ങളിലും അതോടൊപ്പം വീടുകളിൽ പ്രാർത്ഥനകൾ, രണ്ടു നേരം വിളക്ക് കൊളുത്തുക, അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന മതത്തിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരികെ എത്തേണ്ടതുണ്ട്. റിട്ടയർഡ് SP ശ്രീ KM ആന്റണിയിലേക്കാണ്. ആന്റണി സാർ, നാളെ ആലപ്പുഴ എക്സൈസുമായി ബന്ധപ്പെട്ട വലിയൊരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. തസ്ലിമ സുൽത്താനയുടെ കേസുമായി ബന്ധപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. അതിൽ ഈ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാലക്കാടുള്ള ഒരു മോഡലിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് കണ്ണി ചേർത്തിട്ടുണ്ട്. അവരെ കൂടി വിളിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലുണ്ട് നാളെ. അപ്പോൾ വളരെ കൃത്യമായി സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ ലഹരി ഇടപാടുകളെക്കുറിച്ച് ഒരു ചിത്രം നമുക്ക് മുന്നിൽ കിട്ടേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ആലപ്പുഴയിൽ പിടിച്ച ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തസ്ലിമ വെളിപ്പെടുത്തൽ, തസ്ലിമയുടെ മൊഴികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അതിലിപ്പം പാലക്കാട് നിന്നുള്ള മോഡലും മാത്രമല്ല, സിനിമയിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ മിക്കവാറും എക്സൈസിന് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ആധികാരികമായിട്ടോ അല്ലെ അടിസ്ഥാനപരമായിട്ടോ തെളിവുകളില്ലാതെ ഇവർക്കെതിരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഈ ആളുകളെ ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തമായ തെളിവുകൾ എക്സൈസിന് ലഭിക്കും. അപ്പോൾ ആ കിട്ടുന്ന ഇൻഫർമേഷനെ മറ്റു തെളിവുകൾ കൂടെ ശേഖരിച്ചു കഴിഞ്ഞാൽ അവരുമായി, അതായത് ഈ തസ്ലിമയുമായോ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന മാഫിയയുമായിട്ടോ ബന്ധപ്പെട്ട ആരൊക്കെ സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിക്കും. അത് നല്ലൊരു ശ്രമമാണ്. ഇപ്പോൾ പോലീസ് എക്സൈസ് നടത്താൻ പോകുന്നത് നല്ല ശ്രമമാണ്. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കട്ടെ, കൂടുതൽ ആളുകൾ പിടിക്കപ്പെടട്ടെ. അതല്ലെങ്കിൽ ഇത് എല്ലാവരും മൂടി വെച്ച് പോവുകയാണ്. ഇപ്പൊ സംഘടനകൾ തന്നെയെന്ന് പറഞ്ഞ് നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് സിനിമയെ നിയന്ത്രിക്കുന്നത് പവർ ഗ്രൂപ്പുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സംഘടനയെ പോലും അതൊക്കെ എന്താണ്, സംഘടനയ്ക്ക് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അപ്പൊ അവര് ഇപ്പൊ ഒരു ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് മുമ്പ് മുതൽ 10 വർഷം മുമ്പ് തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പം ആ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ ഇത് സിനിമാ മേഖലയിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് മാത്രമല്ല, സിനിമാ മേഖലയിലല്ല, പൊതുമേഖലയിൽ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഇത് വന്നിരിക്കുന്നു. മിഠായിയുടെയോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെയോ രൂപത്തിൽ വന്ന് ചെറിയ 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സോ ഉള്ള കുട്ടികളിലേക്ക് അത് പ്രവേശിച്ചിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. വളരെ അധികം ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. സമൂഹം ഇതിനെ ഏറ്റെടുക്കുന്നു. ഗവൺമെന്റും പോലീസും എക്സൈസും അതിന്റെ ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഇതിൽ ചലിച്ചു തുടങ്ങി, അല്ലെങ്കിൽ അത് ഗൗരവമായിട്ട് കണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാളെ ഇപ്പം ആ എക്സൈസ് കേസിൽ എന്തൊക്കെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഇനിയും ഇപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു, ഇപ്പൊ ഒരു ഇടനിലക്കാരൻ, എറണാകുളം സ്വദേശിയായിട്ടുള്ള ഇടനിലക്കാരനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ സംവിധായകർക്ക് വിതരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോലീസ് അന്വേഷിച്ചതിന്റെ വേരുകൾ മാന്തി അല്ലെങ്കിൽ വേരുകൾ തേടി പോകുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കപ്പെടുമെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതിൽ നിന്ന് പിന്മാറി നിൽക്കും. പലപ്പോഴും നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു മാഫിയയാണ് ഇതിന്റെ പിന്നിൽ. എവിടെയാണോ ഡിമാൻഡ് ഉള്ളത് അവിടെ സപ്ലൈ ഉണ്ടാവും. നമ്മൾ സാധാരണ പറയും പോലെ തന്നെ
കാരണം ആവശ്യമുണ്ടെന്നുള്ളതാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തിൽ മറ്റിടങ്ങളിലുമൊക്കെ. കേരളം അതിനെ പറ്റിയ ഒരു സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ മാഫിയകൾ. അപ്പോൾ അവിടെ വിറ്റഴിക്കാനായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ചർച്ച പോലും അതിന് ഒരു മറുവശമുണ്ട്. കാരണം മയക്കുമരുന്നിനെ ഒരു പരിധിവരെ അതിലേക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവരത് വിജയിക്കുന്നുണ്ട്. മയക്കുമരുന്ന് നിരോധിച്ച സാധനമായതുകൊണ്ട് പത്രത്തിലോ ടി വിയിലോ ഒന്നും പരസ്യം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു പരസ്യം പോലെയാണ് നമ്മളിപ്പോ ഈ പറയുമ്പോൾ പോലും അതില് അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് വലിയൊരു ബിസിനസ്സാണ്. അവസാനമായി അങ്ങയിലേക്ക് വളരെ കൃത്യമായി നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് ഉണ്ടാകുന്നത് 10 വർഷം മുമ്പാണ്. അപ്പോൾ ഈ 10 വർഷത്തെ ഒരു കാലയളവ് എടുത്തു നോക്കിയാൽ പോലും വളരെ കൃത്യമായി സിനിമാ മേഖലയിൽ ഇങ്ങനെ ഈ ലഹരിയുടെ വലിയ വ്യാപനമുണ്ട്. വളരെ കൃത്യമായി സിനിമാ പ്രവർത്തകർക്കൊക്കെ വളരെ കൃത്യമായി അറിയാം. പക്ഷേ കൃത്യമായ വിവരങ്ങൾ കൃത്യമായ ആളുകളിലേക്ക് നൽകാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നാണ് 15-20 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണോ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നോ അവരെ അതിഥി തൊഴിലാളികളായിട്ട് സ്വീകരിച്ചോ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ലഹരിയാണ് ഇന്ന് കേരളം മുഴുവൻ വ്യാപിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പെരുമ്പാവൂരൊക്കെ പോയാൽ അറിയില്ല, നടു റോഡിലാണ് മദ്യപാനം, ചോദിക്കാനും പറയാനും ആരുമില്ല. പെണ്ണുങ്ങൾ ഡോറുകൾ തുറക്കുന്നില്ല വീടുകളുടെ. അങ്കമാലി ഭാഗത്ത് പോലും പല വീട്ടിലും പെൺകുട്ടികളുടെ വീടുകളിൽ വാതിൽ തുറക്കാൻ നിവർത്തിയില്ല, ജനൽ തുറക്കാൻ വയ്യ. അവർ തന്നെ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയെ നമുക്ക് മറികടക്കണം. പ്രത്യേകിച്ചും സിനിമ എന്ന് പറയുന്നത് സമൂഹ മാധ്യമമാണ്. ആ സമൂഹ മാധ്യമത്തിൽ പടരുന്ന ലഹരി നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മലയാള സിനിമയിൽ ലഹരി പടർത്തുന്നതാര് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. സൺഡേ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.